കടിച്ചു തിന്നാനോ അനുവദിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത് മറവ് ചെയ്യുന്നത്. വിദ്യാമണ്ണം അഗ്നിക്കോ ഭൂമിക്കോ കൊടുക്കണമെന്നുള്ളതാണ് ന്യായം. ഇപ്പൊ ഈ ആത്മാവിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കിത് വെറുതെ കഥ പോലെ കേട്ടിരിക്കുക. എനിക്കറിയാം നിങ്ങളുടെ ഭൂരിഭാഗം പേരൊന്നും വിശ്വസിക്കത്തില്ല. നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ശ്രദ്ധ എന്ന് പറയുന്ന സാധനം നമുക്കില്ല. നചികേതസിന് അത് ഉണ്ടായിരുന്നുകൊണ്ടാണ് നചികേതസിന് മരണത്തിന്റെ രഹസ്യം അറിയാൻ പറ്റിയത്. ശ്രദ്ധയാണ് ഒരു ജീവൻ ആദ്യം ഉണ്ടാവേണ്ടത്. എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അറിയോ? ഇങ്ങനെ കേട്ടിരിക്കുന്ന പരിപാടിയല്ല. അത് നമ്മള് വേദം പറഞ്ഞെന്നാ ശ്വാസം വിടുകയും കോട്ടുവായിരിക്കും. ആരുടെയെങ്കിലും കുറ്റം പറയുന്ന നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഉറങ്ങിക്കിടന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ വന്ന് കഠോപനിഷത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കോട്ടുവായിടും. അതല്ല ശ്രദ്ധ. അതല്ല ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഈശ്വരനിലുള്ള വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. ഇപ്പൊ ഗുരു എന്നെ രക്ഷിക്കും, ഇത് ഗുരുവിലുള്ള ശ്രദ്ധയാണ്. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് ഗുരുവിനോടുള്ള വിശ്വാസം. ഗുരുവിന് അപ്പുറത്തേക്ക് ഒരു തത്വമില്ല. എന്റെ വിശ്വാസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗുരു അല്ലാതെ ഒരു തത്വമില്ല. ഇതെന്റെ വിശ്വാസമാണ്. ഗുരു എന്ന് പറയുന്ന തത്വത്തിനപ്പുറം മറ്റൊന്നില്ല. ഈ ശ്രദ്ധ എന്നിലുണ്ടെന്നുണ്ടെങ്കിലാണ് ഗുരു എന്നിലേക്ക് അറിവായിട്ട് വരുന്നത്. അല്ലാതെ ആത്മോപദേശ ചതവ് എടുത്ത് വെച്ച് കാണാതെ പഠിച്ചെന്ന് വെച്ചിട്ട് അറിവ് വരില്ല. അറിവെന്ന് പറയുന്നത് ഒരു ചെറു വെളിച്ചമാണ്. എത്ര പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ അത് വന്നില്ല എന്ന് വരും. അതെങ്ങനെയാ തെളിയുന്നറിയോ? നമ്മിലേക്ക് അറിവ് വന്നിട്ടില്ല എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവുണ്ട്, പരോക്ഷമായ തെളിവുണ്ട്. പ്രത്യക്ഷമായ തെളിവ് നമുക്കത് അനുഭൂതിയായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ജീവിത ക്ലേശം വരുമ്പോൾ പഠിച്ചതൊക്കെ വിട്ടുപോയിട്ട് ഹോ ഹോ എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് കരുതുന്നാൽ ആ അറിവ് വന്നിട്ടില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്ന്, നമ്മൾ പറയുന്നത് ഒരു പൂച്ചക്കാളി പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക, നമ്മിലേക്ക് എന്ത് വന്നിട്ടില്ല? അറിവ് വന്നിട്ടില്ല. നമ്മിൽ അറിവാണിരുന്ന് പ്രകാശിക്കുന്നതെങ്കിൽ കേട്ടിരിക്കുമാണ്.